ഇന്ന് ഞങ്ങൾ മാങ്ങാപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നാട്ടുമാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നടുവേ കീറിയ പച്ചമുളക്, 1 സ്പൂൺ ഉപ്പ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തേങ്ങേൻ്റെ കൂടെ ജീരകവും വെളുത്തുള്ളിയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കൊടുത്താണേ, അതുകൊണ്ട് ഇച്ചിരി ശർക്കരയോടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചൊവ്വ മാറാനായിട്ട് ഇത് 3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ഇപ്പം ഇത് നല്ലോണം വെന്തിരിക്കുകയല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലേവർ വരാൻ ഇച്ചിരി പച്ച കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇതിങ്ങനെ കൊഴുത്താണ് ഇരിക്കുക, അതുകൊണ്ട് നമുക്കിനി ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. ഉടച്ച തൈരാണേ. ഗൈസ്, ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ്. ഗൈസ്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടുകും പിന്നെ ഉലുവയും ചേർത്ത് പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളിയും വട്ടൽമുളകും എടുത്ത് മൂപ്പിച്ചെടുക്കുന്നു. ഗൈസ്, ഇതെല്ലാം ആയി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കളറിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.